ഈ ലിപ്സ്റ്റിക്കിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ലിപ്സ്റ്റിക് ആരും ഇടരുത്. ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി ഞാൻ പറഞ്ഞ് ഏത് പെങ്കുച്ചിനെ കണ്ടാലും ലിപ്സ്റ്റിക്ക് കൂടുതലൊക്കെ ഇടുന്നതിനെ കണ്ട് ഞാൻ പറയാറുണ്ട്. എന്താ നിരത്തില്ല, അത് കാണുമ്പോൾ അത്ര വലിയ രസമില്ല. എന്നാൽ ഈ ലിപ്സിന് നല്ല ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് പല ലിപ്സ്റ്റിക്കുകളും. ഇതിപ്പോൾ വയറ്റിനകത്ത് പോകുന്നതും പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ സ്റ്റഡി ആരോഗ്യവകുപ്പ് അത് ഇവിടുത്തെ ഈ കൊള്ളാത്ത ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നതെന്ന് ഒരു പിടിയില്ല. എന്തുവാ ഈ ചായം തേച്ച് വെക്കുന്നതെന്നും അറിയത്തില്ല. അതേസമയം ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡാണെങ്കിൽ പോലും അതിൻ്റെ തേർഡ് ക്വാളിറ്റിയൊക്കെ നമ്മളിവിടെ കിട്ടുന്നത് പോലും. ഹൈ ക്വാളിറ്റി സാധനങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഒരു കടയിലും കിട്ടത്തില്ല. അത് ഈ പ്രോഡക്റ്റ് മാത്രമല്ല, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അല്ലാതെ വേറെ എന്താണേലും കിട്ടത്തില്ല. മരുന്നുകൾ പോലും ഇവിടുത്തെ ഈ പറയുന്ന പോലെ ഒരു ഡെവലപ്ഡ് കൺട്രി കിട്ടുന്ന ടൈപ്പ് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് അല്ല. തുണികളാണെങ്കിലും എല്ലാം ടിഷ്യൂ പേപ്പർ എന്തിനധികം പറയുന്നത്, ഇവർ ഈ മറ്റേ ലിപ്സ്റ്റിക്കിനൊക്കെ കൂടുതൽ പ്രശ്നമുള്ള സാധനമായിട്ട് കാണേണ്ടത് വെള്ളം, ആഹാരം, വായു. ഇത്രയും പ്രശ്നം പിടിച്ച സാധനം വേറൊന്നുമില്ല. പിന്നെ അതുകൂടാതെ ഈ ആളുകളുടെ ഇടപെടൽ, ഇവിടുത്തെ റോഡ്, മനുഷ്യരുടെ സ്വഭാവം, സ്കൂള്, പാരൻറ്റിങ്, പോലീസിങ്, ഇതെല്ലാം പ്രശ്നമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പട്ടികളും കുട്ടികളുമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്ത്രീകളും. അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് വരുമ്പോൾ എന്നുവെച്ചാൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികളെ പീഡിപ്പിക്കുകയാണെന്നുള്ളത് മുതിർന്നവർക്കും മനസ്സിലാവുന്നില്ല. ഒരുപാട് പേർക്ക് കുട്ടികളെ വളർത്താൻ അറിയത്തില്ല. കുട്ടികൾ എങ്ങനെയോ വളരുന്ന ഒരു നാട്. വല്ലാതെ ജീവിതം എന്തിനോ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക കൂടുതൽ പേരും. പക്ഷേ ഈ മറ്റേ അറ്റം കുട്ടിമുട്ടിക്കാൻ പറ്റാത്ത പോലത്തെ പരിപാടിയൊന്നും കേട്ടിട്ടില്ലേ. എന്നാൽ ഇവരെല്ലാം കല്യാണം കഴിച്ച് പിള്ളേരെ ഉണ്ടാക്കും. ഈ പിള്ളേരൊക്കെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊരു 30 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുള്ളൂ, കുട്ടികളെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ രണ്ടുപേർക്കും നോക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഇതിനകത്തൊക്കെ. ഇതൊന്നും ചെയ്യാതെ ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് പോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലത്തെ ഈ ഇവിടുത്തെ കറി പൗഡേഴ്സ്, എണ്ണകൾ. ഇത്രയും വെറൈറ്റി ഓഫ് എണ്ണ ലോകത്ത് വേറെടുത്തും കിട്ടത്തില്ല. ഈ കറി പൗഡറിനകത്തൊക്കെ മായമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു സാധനം വരും, പിന്നെ കേൾക്കത്തില്ല. ഇപ്പോൾ ലിപ്സ്റ്റിക്കാണ് ആരോഗ്യ സുരക്ഷാ വകുപ്പ്. ഓരോന്ന് കണ്ടുപിടിക്കും. ഒരു വെറൈറ്റിക്ക് ഓരോന്ന് കണ്ടുപിടിക്കുന്നവരുണ്ട്. ബാക്കിയെല്ലാം ക്ലിയർ ചെയ്തു. ഇനി ലിപ്സ്റ്റിക്ക് കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത കാര്യങ്ങൾ എളുപ്പമായി. വെള്ളമൊക്കെ നല്ല അറിയാമല്ലോ, എല്ലാവരും കുടിക്കുന്ന വെള്ളത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ ഹോട്ടലുകളെല്ലാം തന്നെ ഏത് സമയത്താണ് ഫുഡ് പോയ്സൺ അടിച്ച് ചാകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് മരിച്ചവർക്ക് തൊട്ട് അറിയത്തുമില്ല എന്നത് അങ്ങനെ മരിക്കാൻ പോവാന്ന് അവർ. പോയ്സൺ മേടിച്ചടിക്കുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല. ആത്മഹത്യാശ്രമമൊക്കെ കുറ്റാർഹമാണ്. പക്ഷേ ഫുഡ് കഴിച്ച് ചാവാൻ സാധ്യതയുള്ള നാടുമാണ്. കോമഡി നോക്കുകയാണേ, വിരോധാഭാസം. പിന്നെ ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സോ പച്ചക്കറിയോ മീനോ ഇറച്ചിയോ എന്തോ ഇതെല്ലാം ശരിയായി കേട്ടോ. എല്ലാം വളരെ നല്ലതാണ്. നമ്മൾ ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഇനി ലിപ്സ്റ്റിക് കൂടെ ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. അതങ്ങ് ശരിയാക്കാൻ പോവാം. എല്ലാവരും നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണേ. എന്നാൽ ഇതൊക്കെ ഏതാ ബ്രാൻഡ് അത് വ്യക്തമായിട്ട് പറയണ്ട. അങ്ങനെ ഉണ്ടാകാതെ ആൾക്കാർ മേടിക്കത്തില്ലല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ ലിപ്സ്റ്റിക് മാത്രമല്ല വേറെ സാധനമുണ്ട്. ഈ പൊടിയില്ല ഇങ്ങനെയൊക്കെ തേകത്തേക്ക് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പല ക്രീമുകൾ, ഇദ്ദേഹത്തൊക്കെ നമ്മൾ ഓരോ ക്രീമൊക്കെ മേടിച്ച് തേക്കുന്നത്, ഫെയർനെസ്സും സൺസ്ക്രീനും അല്ലാതെ മോയ്സ്ചറൈസറും പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്. പിന്നെ സോപ്പ്, പലതും കോമഡിയാണ്. പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ക്വാളിറ്റി അല്ലാതെ തിരിച്ചറിയാനുള്ളൊരു ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും രണ്ട് സാധനം കൊണ്ട് കാണിച്ചാൽ ചിലപ്പോൾ പറയും ഇത് നല്ല കുറച്ച് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. അല്ലാതെ ഒരു കഷ്ണം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് തിരിച്ചറിയാനുള്ളൊരു സെൻസ് വർക്ക് ചെയ്യുന്നില്ല. അവർ ഒറിജിനൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഒറിജിനൽ എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റിക്കൊരു ഉപയോഗിക്കുമ്പോൾ അറിയാൻ പറ്റും.
നമുക്ക് ക്വാളിറ്റി അറിയാൻ പറ്റണം. അത് നമ്മൾ പലർക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫുഡ് ഐറ്റംസ് മേടിക്കുക എന്ത് സാധനം ആയിക്കോട്ടെ, നിങ്ങൾ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കി ആരൊക്കെ മേടിക്കുന്നത്? എല്ലാവരും എക്സ്പയറി അല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ. എക്സ്പയറി ഡേറ്റ് നോക്കും, പക്ഷെ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി കാണും. എക്സ്പയറി ഡേറ്റ് അടുക്കുന്തോറും അതിനകത്തിരുന്നാലും ആ സാധനത്തിന് മോശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് മേടിക്കണം. മാനുഫാക്ചറിങ് ഡേറ്റ് അടുത്ത് നിൽക്കുന്ന സാധനങ്ങളാണ് മേടിക്കുന്നത്. അത് ചില കടകളിൽ കിട്ടത്തേ ഇല്ല, ചില ഏരിയകളിൽ കിട്ടത്തില്ല അങ്ങനത്തെ സാധനം. എല്ലാം ഒരു 3 മാസം കഴിഞ്ഞ് അവിടെ എത്തത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. അപ്പോൾ ഇന്നാണ് മാനുഫാക്ചറിങ് ഡേറ്റ് എങ്കിൽ ഇന്ന് തന്നെ മേടിക്കാം, കുഴപ്പമില്ല. 1 വർഷമൊക്കെ എക്സ്പയറി ഉള്ള സാധനങ്ങളാണെങ്കിൽ ആദ്യത്തെ 1 മാസം 2 മാസം കൊണ്ട് മേടിച്ചോണം. നമ്മൾ പൊട്ടിച്ച് വെച്ച് ഉപയോഗിച്ച് തീർക്കുന്നത് അത്രയും പെട്ടെന്ന് ഉപയോഗിക്കുന്നത് അത്രയും നല്ലത്. അല്ലാതെ ഇതവിടെ വെച്ചുകൊണ്ടിരുന്ന് ഇനി 2 മാസം കൂടെ ഉള്ളപ്പോൾ ഓഫർ ഇടും, ഉടനെ എല്ലാവരും കൂടെ ചെന്ന് അതങ്ങ് മേടിച്ച് അതങ്ങ് തിന്ന് തീർക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. പ്രൊഡക്ഷൻ കൂടുതലുള്ള പോലെ തോന്നും ചില സാധനങ്ങളൊക്കെ. എന്തിനും ഇങ്ങനെ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചുമ്മാ എന്നിട്ട് ഇടയ്ക്കൊക്കെ തള്ളി അങ്ങ് കയറ്റി വിടുക, അതുകൊണ്ടൊക്കെ കാണിക്കും. വേസ്റ്റ് ആവാറാകുമ്പോൾ എടുത്ത് ഹോട്ടലുകാർക്ക് കൊടുക്കുകൊണ്ട് അവരെടുത്ത് അവിടെ കൂടെ എങ്ങനെയൊക്കെ വിറ്റ് കൊള്ളും. ഈ കറി പൗഡറൊക്കെ. പിന്നെ എണ്ണയെന്ന് പറഞ്ഞ സാധനം എന്തോ, അതെന്തോ എണ്ണയല്ല ഇത്, മൊണ്ണയാന്ന്. എണ്ണയല്ലടാ ഇത്, മൊണ്ണയാന്ന്. പലതും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും എടുത്ത് നോക്കുന്നേ പേടിയാവും ചിലപ്പോൾ. വെള്ളമാണ് വേറൊരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തും. ഭയങ്കര ഹെൽത്തി ഡ്രിങ്കിങ് വാട്ടർ നോക്കിയിരുന്നാൽ മതി. മരുന്നുകളുടെ കാര്യത്തിലോ പലതരം തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ലിപ്സ്റ്റിക്ക് വരുന്നതുകൊണ്ട് പറഞ്ഞതാ, എല്ലാ സാധനങ്ങളും 3rd ക്വാളിറ്റി അല്ലാതെ ഇന്ത്യയിലൊന്നും കിട്ടത്തൊന്നുമില്ല. അത് ഈ ഭിത്തിയിലടിക്കുന്ന പെയിൻറ് വരെ ക്വാളിറ്റി പറഞ്ഞ സാധനമാണ്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ നമ്മൾ എടുക്കുന്ന പേപ്പറും ബുക്കും എല്ലാം അതിനിടയെന്ന് അതിലും ഏറ്റവും മോശപ്പെട്ട സാധനമായിട്ട് ലിപ്സ്റ്റിക്കിനെ ഇപ്പോൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർക്ക് നന്ദി. എന്താണെങ്കിലും ആ ശാസ്ത്രജ്ഞന്മാർ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഇനിയും ഇതുപോലുള്ള വലിയ 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 ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ കണ്ടെത്തുകയും അതിനെയൊക്കെ ബാൻ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ആരോഗ്യം നോക്കണ്ടേ? പക്ഷെ ലിപ്സ്റ്റിക്ക് മൊത്തത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളെ കൂടെ ഈ പോഡകാസ്റ്റ് ചെയ്തിരുന്നപ്പോൾ ലിപ്സ്റ്റിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഇതിനൊക്കെ കുറേ എല്ലാം തന്നെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ചുണ്ടിങ്ങനെ പൊട്ടിക്കീറി ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് ഞാനൊക്കെ കൂടി ഇട്ട് ലിപ്ഗാർഡ് ലിപ്സ്റ്റിക്ക് എല്ലാം കൂടി ഇട്ടാലേ കൊച്ചിനും ഇത് ലെവലാക്കാൻ പറ്റത്തുള്ളൂ. അത് കണ്ടേ പിന്നെ ഞാൻ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കുറഞ്ഞ സാധനം മേടിക്കുകയേ ചെയ്യരുത്. ലിപ്സ്റ്റിക്കൊക്കെ എല്ലാ ദിവസവും കൂടി ഇടാനാണെങ്കിൽ പിന്നെ പറയണ്ട. വല്ലപ്പോഴും ഇടുന്നവർക്കാണെങ്കിൽ പോലും ലിപ്പഴുക്കായി പോവുക പെൺപിള്ളേരുടെ. ശരിക്കും പറഞ്ഞു ആണുങ്ങൾ എവിടെയാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്? എൻ്റെ എല്ലാവരും ചുണ്ട് കണ്ടിട്ട് എൻ്റെ പെണ്ണുങ്ങൾക്ക് എന്താ ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത്. അതുള്ളൂ. ആരെയും ഈ ആണുങ്ങളുടെ ലിപ്പോ പെണ്ണുങ്ങളുടെ ലിപ്പോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ തന്നെ നല്ലതും ലിപ്സ്റ്റിക്ക് ഇല്ലാത്ത എല്ലാം ചീത്തയാണെന്ന് ആർക്കും തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഇതിന് മാനസിക പ്രശ്നം കൂടെ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടാലേ ഒരു ഭംഗിയുള്ളൂ. ചില സമയത്തൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇത് ഇട്ടുകൊണ്ട് നടക്കണം. പുറത്തോട്ട് ഇറങ്ങിയാൽ എഴുന്നേറ്റാൽ തന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്ന ആൾക്കാരുണ്ട്. കിടക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട പെണ്ണുണ്ട്, എനിക്കറിയാം. ഒരുത്തി അവൾ കിടക്കുമ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നത്. ഷെടാ അയ്യോ, അത് ഭയങ്കരമായി പോയി. ഉറങ്ങുന്നതിന് മുമ്പ് ലിപ്സ്റ്റിക്ക് ഇടുകൂടാ ആരെങ്കിലും? അങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ട് എനിക്ക്. നിങ്ങൾക്കുണ്ടോ? മെൻഷനൊന്നും ചെയ്യണ്ട, എന്നാലും മോശം അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യാം. ലിപ്സ്റ്റിക് ഒരു മാനസിക പ്രശ്നമാണ് ശരിക്കും. അല്ലാതെ എങ്ങനെ ഈ ഒരു ഇങ്ങനെ വരുന്നത് ആളുകൾക്ക് മൊത്തത്തിൽ ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറയുന്ന സാധനം ഒരു മാനസിക പ്രശ്നമാണ്. അല്ലാതെ വലിയ ആന കാര്യമൊന്നും അല്ല ഇതൊന്നും. നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതെന്ത് കോൺഷ്യസ്നെസ് ആണെന്ന് എനിക്കറിയത്തില്ല. വേറെ ഒരു വെളിവും ഇല്ലാത്തവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതരം വെളിവാന്ന് തോന്നി, ബ്യൂട്ടി വെളിവ് അല്ലേ? ശരിയല്ലേ? മറ്റ് കോൺഷ്യസ്നെസ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ബ്യൂട്ടിയിൽ കോൺഷ്യസ് ആയിരിക്കും. അല്ലാതൊന്നുമില്ല ബ്യൂട്ടി കോൺഷ്യസ്നെസ് പറയുന്നത്. ബ്യൂട്ടിയിൽ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്, ചിലർക്ക് ഇല്ലെന്നില്ല. പക്ഷെ എന്നാൽ അതൊരു അൾട്ടിമേറ്റ് ഇമ്പ്രഷൻ അല്ലല്ലോ. പിന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് പറയും. ഒരിക്കലും അല്ല. ഇപ്പം അങ്ങനെയൊന്നും നോക്കാൻ പറ്റത്തില്ല. പിന്നെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എത്ര ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്ത് കാര്യം? വായിന്ന് വരുന്നത് വെറും അലമ്പാണെങ്കിൽ ഇവളെന്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടും കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞതല്ല. ആര് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നില്ലെങ്കിലും എല്ലാവരും ലിപ്സ്റ്റിക് ഉപയോഗിച്ചാലും സെയിം എഫക്റ്റാണ്. ലിപ്പ് കളയണ്ട. നല്ല പെമ്പിള്ളേരുടെ ചുണ്ടുകൾ
ഏറ്റവും നല്ലത് ശരിക്കും നാച്ചുറലായിട്ടിരിക്കുന്നതാണ്. ലിപ് ഗാർഡ് പോലത്തെ എന്തെങ്കിലും സാധനം പൊട്ടുന്നുണ്ടെങ്കിൽ ഇട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചുണ്ട് പൊട്ടുന്നു എന്നുള്ളതിനൊക്കെ ചെയ്യാം. അല്ലാതെ സൗന്ദര്യ വർധനവിന് വേണ്ടിയിട്ട് ഈ പൊട്ടിയിടുക, മറ്റേ കണ്ണിനടക്ക് വാരിത്തേക്കും, കൺമഷിയോ, അതേപോലത്തെ കാര്യങ്ങൾ. പിന്നെ ഈ സാധനം, പിന്നെ ഡ്രസ്സ്, ചൂടുള്ള വേഷം, ഭയങ്കര ചൂടാണ് ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. അതൊക്കെ ഇട്ടുകൊണ്ട് ഈ വെയിലത്തൊക്കെ ഇറങ്ങി നടന്നിട്ട് ഭയങ്കര സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ചെയ്യുന്ന പണി സൂക്ഷിക്കണം കേട്ടോ. ഇവിടുത്തെ ഈ ഹെയർ കളറിങ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലേ, അതിനകത്തും കുഴപ്പമുണ്ട്. എല്ലായിടത്തും ഒന്നും അങ്ങനെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കളറിൻ്റെ ക്വാളിറ്റിയും എല്ലാം പ്രശ്നമുണ്ട്. ഇവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ദുബൈയിൽ നിന്ന് വന്നപ്പോൾ ഒരു കളർ ചെയ്തുകൊണ്ട് വന്നു. വെള്ളയല്ല, സിൽവർ, നല്ല ഒന്നാം സിൽവർ, നല്ല വെട്ടിത്തിളങ്ങുന്ന സിൽവർ മുടിയായിട്ട് വന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ തന്നെയാണ് ഒന്നിനടുത്ത് പോയത്. അവൾക്ക് ആ കളർ എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഈ കളർ വരുന്നില്ല. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മാരകമായ ഒരു വലിയ ഭയങ്കര പ്രൊസീജിയർ വഴി ഉണ്ടാക്കിയ കളറൊന്നും അല്ലത്. അത് കുറച്ചും കൂടി ബെറ്ററാണ്. ആ മുടി തരി പോലെ ആവാതെ നല്ല മുടിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കളറിങ് നടന്നു. ഇവിടെ കൊണ്ടുവന്ന് കോപ്പ് കൊടുത്തപ്പോൾ അത് മഞ്ഞ പോലെ ആകുന്നതല്ലാതെ വെളുക്കുന്നില്ല. പോരാത്തിന് മുടി നാര് പോലെയായി. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണം ശരിക്കും. ഒരിടത്ത് ഓരോ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴും അവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ മുടിയെ നശിപ്പിക്കുന്നുണ്ടോ? മുടി പിന്നെ വളരും, എന്നാലും അത് കുറേ പ്രാവശ്യമൊക്കെ ആയാൽ അതൊക്കെ തലയ്ക്ക് ഈ സ്കാൽപ്പിനൊക്കെ എന്തെങ്കിലും വരുത്തി തീർക്കാനും മതി. പിന്നെ ഡൈ എന്തിനാ ഈ ഡൈ അടിക്കുന്നത്? എന്തിനാ ഇവർ? ഡൈക്കകത്ത് പ്രശ്നമില്ലേ? ഡൈ പ്രശ്നമില്ലാത്ത സാധനമാണെന്നാണോ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ശാസ്ത്രജ്ഞന്മാർ? ഡൈ അടിച്ചുകൊണ്ട് സ്കിന്നിന് ക്യാൻസർ ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവർ ഡൈ അടിക്കുന്നു എന്തിന്? ഈ വിഗ് വെക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. ഈ ഡൈ അടിക്കുന്നു. മുടി നരച്ചാൽ നരച്ചു, അത് കറുത്തിരിക്കുമ്പോൾ എന്താ ഇവൻ യുവാവാന്ന് തോന്നുമെന്നാണ് ഇവൻ്റെ വിചാരം. ഇവ തോന്നിയിട്ട് എന്ത് ചെയ്യാന്? ഈ ഒരു മനുഷ്യൻ പ്രായം കുറവാണെന്നങ്ങ് തോന്നി. അതും അപ്പിയറൻസിൽ മാത്രം. അയാളുടെ സ്വഭാവത്തിലില്ല, അയാളുടെ ശാരീരികമായ മറ്റു കാര്യങ്ങളിലൊന്നും ഇല്ല. ഓടാനും ചാടാനൊന്നും വയ്യ. പക്ഷെ മുടിയൊക്കെ കറുപ്പിച്ച് മീശയും കറുപ്പിച്ച് ഇറങ്ങും കുറേയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതങ്ങ് വെളുത്തുനിന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞ ഡൈ ചെയ്യുന്നവരുടെ ആരുടെയും ജീവിതത്തിൽ അല്ലേ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എനിക്കറിയാം, എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരുടെ ഇപ്പോൾ ഡൈ അങ്ങ് നിർത്തി, അവൻ്റെ മുടിയെല്ലാം അങ്ങ് വെളുത്തു, ഒന്നും സംഭവിക്കത്തില്ല. അവൻ പഴയ ജോലിയും ചെയ്യും, ഭാര്യയുണ്ട്, കൊച്ചുണ്ട്, അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കും. അല്ലാതെ എക്സ്ട്രാ ഒന്നും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷം ഒന്നും നടന്നിട്ടില്ലെന്ന് അവർ പുറകോട്ട് ചിന്തിച്ചാലെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ആ ഡൈ നിർത്താം. ഇത് ചുമ്മാതെ ഏതോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആരാണ്ടൊക്കെ കൊണ്ട് പ്രോഡക്റ്റ് തള്ളി കൊടുത്ത് എല്ലാം മാറി തേച്ചു. യുവാവാന്ന് പോലും. അങ്ങനെ യുവാവില്ല. മുടി നരയ്ക്കുന്നതല്ല ഒരാളുടെ പ്രായം നിർണ്ണയിക്കുന്ന സാധനം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. എത്ര ഡൈ അടിച്ചെന്ന് പറഞ്ഞാലും മുരഞ്ഞു പോയ സാധനം മുരഞ്ഞത് തന്നെയാണ്. മുരഞ്ഞ സ്വഭാവമുള്ളവർ അവർക്കിപ്പോൾ മുടി നരച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, ആരും അടിപ്പിക്കാൻ പോകുന്നില്ല. അതേസമയം മുടി നരച്ചാലും മുടി ഇല്ലേലും എന്തോ പറ്റിയാലും സ്വഭാവം കറക്റ്റാണെങ്കിൽ, നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാകത്തില്ല. ഞാൻ എൻ്റെ ഈ മീശ പകുതി പോയത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്ട് പോയത് ഓർക്കുന്നുണ്ടോ? ഇവിടെ പോയി ഇനിയും പോവും, ഇവിടെയൊക്കെ പോവും, മുടിയൊക്കെ പോവും. അപ്പോൾ പാച്ചായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയുടെ പോലെ എല്ലാവരും പറയുന്നത്. ഇവിടുത്തെ മീശ പോയി പകുതി മീശയുള്ള ആളോ? ഉടനെ ഇഞ്ചക്ഷൻ എടുക്കുക, അതിശീലമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, 2 ആഴ്ച കൊണ്ട് മുടി വളരും. എൻ്റെ കുറേ ഫ്രണ്ട്സിന് വന്നിരുന്നു, അവർക്കത് വന്നു. അല്ലേലും വരാൻ ചാൻസ് ഉണ്ട്. 1 വർഷമൊക്കെ കഴിഞ്ഞാൽ തന്നെ വരും. എൻ്റെ ഏകദേശം 1 വർഷം എടുത്തു ഇത് വരാൻ. അത് തന്നെ വന്നു, തന്നെ പോയി, തന്നെ വന്നു. അലോപേഷ്യ ആയിട്ട് അങ്ങനെയാണ്. ചിലപ്പോൾ വന്നില്ലെന്നേ വരാം എന്ന് വെച്ചുകൊണ്ട് ആർക്കും എവിടെ ഇത്ര ടെൻഷൻ? ഞാൻ എൻ്റെ എല്ലാ പഴയതുപോലൊക്കെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ആരും എൻ്റെ കൂട്ടുകാർ മാറിയില്ല, വീട് മാറിയില്ല, പ്രത്യേകിച്ച് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തിന് ഈ കോസ്മെറ്റിക്സിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ അല്ലേ തന്നെ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാറില്ല. ജീവിതത്തിൽ 1 പ്രാവശ്യം കണ്ടോ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത്, അതോടെ അത് മതിയായി. കളർ ചെയ്തിട്ടില്ല മുടിയിൽ. കുറച്ചെങ്ങാണ്ട് പണ്ട് കോള പിടിക്കുമ്പോൾ ഇവിടെ എങ്ങാണ്ട് ഒന്ന് ഇച്ചിരി വന്നു, ചുമ്മാ ഒരു ബ്രൗൺ കളർ പോലെ ഉണ്ട്. അന്ന് എന്ത് വന്ന സാധനത്തിൻ്റെ പേര്, ഒരു വല്ലാത്ത നാറ്റമുള്ളൊരു സാധനം തേച്ച് വെക്കും, വെള്ള എന്തോ പറയുന്നേ, അയ്യോ എന്തോ ഒരു സാധനം. എന്നിട്ട് അത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ കളറ് മാറും. അത് തേച്ചിട്ടുണ്ടാകും കുറച്ച് മുടിക്ക് മാത്രം. അല്ല, എനിക്ക് മുടി കളർ ചെയ്യുന്നതൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അതൊക്കെ ഓരോ തോന്നില്ല. ടാറ്റു അടിക്കത്തില്ല, ഓർണമെന്റ്സ് ഒന്നും ദേഹത്ത് കയറത്തില്ല, വാച്ച് പോലും ഇടത്തില്ല. ഇത് പിന്നെ വെച്ചേക്കുന്നത്
കണ്ണിനല്ല ഒരു കണ്ണ് കാണാൻ പറ്റാത്തതുണ്ട്. അല്ലെങ്കിൽ ആ ചെയ്യുന്നത് എന്തുവാ, ഷാമ്പു ചെയ്യും, എക്സ്ട്രാ സോപ്പിട്ട് കുളിക്കും, നഖം വെട്ടും, പല്ല് തേക്കും. അല്ലാതെ പിന്നെ ഡിയോഡ്രൻറ്റും സ്പ്രേ ഉപയോഗിക്കും. ഡിയോഡ്രൻറ്റിനകത്ത് പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് വളരെ കുറച്ചൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഡിയോഡ്രൻറ്റ് ഇല്ലാതെ പറ്റാത്തൊരു സാധനമാണ്. എന്നുവെച്ചാൽ അങ്ങ് ഭയങ്കര വിയർപ്പിൻ്റെ ദുർഗന്ധത്തിൻ്റെ ഇതിൽ പ്രശ്നമുള്ള ആളൊന്നുമല്ല, പക്ഷേ എന്നാലും ഞാനങ്ങ് ഉപയോഗിക്കും. സ്പ്രേയും അടിക്കാറുണ്ട്. ചിലപ്പോൾ സ്പ്രേ അടിക്കുമ്പോൾ ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കത്തില്ല, ഡിയോഡ്രൻറ്റ് അടിക്കുമ്പോൾ സ്പ്രേ അടിക്കത്തില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഒരു ദിവസം ഒരു ഉടുപ്പെടുത്തുള്ളൂ, കഴിഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ട ഒരാൾ? മുടിയൊക്കെ ഒരുമാതിരി രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്യും, ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെക്കും, അത് മതി. പിന്നെ ചില സമയത്ത് ഇങ്ങനെ മീശ വടിച്ചു നിന്നിരിക്കും, ചിലപ്പോൾ വെട്ടിയെന്നിരിക്കും, ചിലപ്പോൾ വെട്ടിയില്ലെന്നിരിക്കും, ചിലപ്പോൾ ട്രിം ചെയ്തെന്നിരിക്കും. അതൊക്കെ എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടുണ്ട് മുടിക്ക് വല്ലപ്പോഴും. അത് മുടി വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് 5 വർഷം വളർത്തിയപ്പോൾ ഒരു കുപ്പി മേടിച്ച് പകുതി കളഞ്ഞു. ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കത്തൊന്നുമില്ല, മുഖത്ത് സോപ്പ് തേക്കാറേ ഇല്ലെന്ന്. അതാ വേറൊരു കോമഡി. ഞാൻ എൻ്റെ മുഖത്ത് സോപ്പൊന്നും എടുത്തില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കും, ചിലപ്പോൾ കൈ തട്ടി തുമ്മിയാലോ എന്ന് മേടിച്ചിട്ട് ഞാനതൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കഴുകുക, അത്രേ ഉള്ളൂ. മുഖത്ത് സോപ്പിടത്തേ ഇല്ല. ഇവിടെ ഉള്ള പലരും ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് സോപ്പിട്ട് മോന്തയും കഴുകി ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്തുവാ, എവിടെ, ആരെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കാറില്ല. ഒരുത്തൻ എന്തെങ്കിലും താടിയെ ഷേപ്പ് ചെയ്താലൊന്നും എനിക്ക് അങ്ങനെ വലിയ അല്ല. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണം, അത് കോമഡിയാണ്, അതുകൊണ്ട് നോക്കുന്നതേ ഉള്ളൂ. അല്ല, ആരാണ് ഇത്രയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒരാളെ അങ്ങ് വിലയിരുത്തുന്നത്? അങ്ങനെ വിലയിരുത്തുന്ന ആൾക്കാർ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾക്ക് വേണോ ശരിക്കും? എനിക്കറിയാൻ വേണ്ടോണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സിനെ ഇഷ്ടമാണോ? ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വിലയിരുത്താൻ വരുന്നത്, അവൻ ഇട്ടേക്കുന്ന ഉടുപ്പ്, അവൻ ഭയങ്കര എന്തോ വലിയ മറ്റേതാണ്, തോടിയൊക്കെ ഷേപ്പ് ചെയ്തേക്കുന്നത് കൊണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. അല്ല, വേണ്ടൊരു പെണ്ണ് ഭയങ്കരമായിട്ട് അങ്ങ് ഒരുങ്ങി വരുന്നവളാ, അവള് സൂപ്പറാന്ന്, അങ്ങനെയാണ് കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് തമ്മിൽ മാച്ചിങ്ങാണ്, ഭയങ്കര രസമാണ് കാണാൻ. ഈ മറ്റേ സലൂണിൽ നിന്ന് ഇറങ്ങാത്ത ചെറുക്കനും ബ്യൂട്ടി പാർലറിൽ ഇറങ്ങാത്ത പെണ്ണും തമ്മിലാണ് ചേരുന്നത്. അതാ വേറൊരു കോമഡി. ഇതുക്കളി രണ്ടും കൂടി രാവിലെ ഇറങ്ങുകയും ചെയ്യും, എന്നിട്ട് ഒരുങ്ങി കെട്ടി. വല്ലാത്തൊരു ടൈപ്പ് ആളുകളുമായി ഇവർക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, മനസ്സിലായില്ലേ? കോൺഷ്യസ് ആയി പക്ഷെ അവർക്ക് ഏതിടണമെന്നൊന്നും അറിയത്തില്ല. വല്ലാത്തൊരു കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുന്നത്. എത്ര മണിക്കൂറാണ് പോകുന്നതെന്നറിയാം ഇവരുടെ. എന്തുവാണോ എന്തോ, വേറെ എന്തോ ചെയ്യും എന്ന് ചോദിച്ചാൽ വെറുതെ ഇരുന്നാലും ഇവിടെ ഒന്നും പോയിരിക്കുക എനിക്ക് വെറുതെ. ഞാൻ ഈ മുടി വെട്ടാൻ പോകാത്തതുകൊണ്ടാണ് ഈ മുടിയും താടിയൊക്കെ വളരുന്നത്, അല്ലാതെ ഇത് വളർത്താൻ വേണ്ടിയിട്ട് അങ്ങ് ബുദ്ധിമുട്ടുന്നൊന്നുമല്ല. ഞാൻ വർഷത്തിലൊരിക്കലൊക്കെ ഒരു മുടി വെട്ടാനുള്ളൊരു പരിപാടിക്ക് പോകാറുണ്ട്. എന്നെ അങ്ങനെ സലൂണിലൊന്നും കാണുന്ന ആളൊന്നുമല്ല. എനിക്ക് കൂടുതൽ നേരം ഇരിക്കുന്നത് ഇഷ്ടമല്ല അവിടെ പോയി ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊക്കെ. ഞാൻ ആശുപത്രിയിലൊക്കെ പോയിരിക്കാറുണ്ട്. എന്തെങ്കിലും അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയി മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വെയിറ്റ് ചെയ്ത് മേടിക്കാനും വേണ്ടിയുള്ളൊരു സാധനം ഈ വക പ്രോഡക്ട്സിന് അത്രയും വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. തുണിയാണെങ്കിലും പെട്ടെന്ന് എടുത്തിട്ടെങ്കിൽ പോരും. എനിക്ക് തുണിയുടെ ഈ ഒരു കാര്യം, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അതല്ല ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. പിന്നെ അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, സോഫ്റ്റ് ഡ്രസ്സല്ല എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈർച്ചയെടുക്കും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ കൊടുത്തിട്ട് കാര്യമില്ല. ഈ കളർ കണ്ടു അല്ലെ ഭയങ്കര എന്തോ ഫാഷനാണ്, ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ഇറങ്ങണം, അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയാലേ നിന്നെ 10 പേര് നോക്കത്തുള്ളൂ. 10 പേര് നോക്കിയില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ ദഹിക്കത്തില്ല, ഞാൻ പിന്നെ രാവിലെ എന്ത് ചെയ്യും, എനിക്ക് എങ്ങനെ വയറ്റിൽ നിന്ന് പോകും, 10 പേര് നോക്കിയില്ലേ എന്തൊരു ജീവിതമാണ്, 10 പേര് നോക്കാത്ത ജീവിതമൊക്കെ ഒരു ജീവിതമാണോടെ എന്നൊക്കെയുള്ള തോന്നലൊന്നും എനിക്കില്ല. എല്ലാവരോടും നോക്കിയിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? എന്തത്തിലൊക്കെ ആൾക്കാർ നോക്കുന്നത് അല്ലേ? ഇവനെ അങ്ങ് നോക്കിയിട്ട് എന്ത് കിട്ടാനാ? എനിക്കറിയത്തില്ല. എന്നെ കുറേ പേര് നോക്കി എനിക്ക് എന്ത് കിട്ടും? എന്തോ അതിനകത്ത് ഗുണം? ഒരുങ്ങി അങ്ങ് ഇറങ്ങും ചിലർ. അയ്യോ, സിനിമാടന്മാരുടെ ഒരു കഷ്ടം കേട്ടോ. ഏറ്റവും ഗതികെട്ടവന്മാർ സിനിമാടന്മാരെ, നടികളും മോഡൽസിന് പോയ ഒരു മോഡലിങ്ങിന് എടുക്കുന്ന ആൾക്കാരാണ്. അവരിതെല്ലാം ചെയ്യിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഈ സെയിൽസ് നിൽക്കുന്ന ആൾക്കാർ, അല്ലാതെ ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റോ ഡോക്ടറോ ഒന്നും ഇങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. ഒരു എഞ്ചിനീയേഴ്സൊന്നും വേണ്ടി വരത്തില്ല. ടീച്ചർമാരും ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ചില ടീച്ചർമാർ ചെയ്യുന്നുണ്ട്. അതേസമയം സെയിൽസ്, മോഡലിങ്, സിനിമ, ഈ മേഖലയിൽ മേക്കപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അങ്ങനത്തെ പല പല രൂപത്തിലും ഭാവത്തിലേക്കൊക്കെ മാറി അവർക്ക് ആ അപ്പിയറൻസിലൊക്കെ ജീവിച്ചു പോകുന്നത്. അവർക്ക് അതേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പോൾ അത് അവർ ചെയ്യും.
പിന്നെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ ഒരുപാട് പൈസ ഇറക്കുന്നത് കൊണ്ട് ഇവരുടെ കയ്യിലും കാശുണ്ടാവും. പക്ഷെ അത് കണ്ടുകൊണ്ട് അത് മേടിച്ചിട്ടാൽ നമ്മുടെ ഈ കാശൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ കാശ് പോകും. വെളുക്കാൻ തേച്ചാൽ കുടുംബം വെളുക്കും, മനസ്സിലായില്ലേ? അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മേക്കപ്പ് ഇടാതെ ഒരു ഓർണമെന്റ്സും ഇടാതെ നാഗമൊക്കെ വൃത്തിക്ക് വെട്ടി വെച്ചാൽ മതി. എനിക്ക് ഇച്ചിരി വെട്ടാറായി, കുറച്ചായിട്ടുണ്ട്. പിന്നെ വൃത്തികേടുണ്ടാക്കരുതെന്നേ ഉള്ളൂ. അല്ലാതെ നോർമലായിട്ടൊന്ന് ജീവിച്ചു നോക്കും കുറച്ചാൾ. ഒരു 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇത് വിട്ടാലും മേടിച്ചാലും വെച്ചാലും ഇത് ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ടെന്നോ അല്ലാതെ ഒന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒത്തിരി പേരോട് പറയാറുണ്ട്, നിങ്ങൾ ഇതെല്ലാം ഒന്ന് നിർത്തി. നിങ്ങൾ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണ വല്ലതും തേച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് നിർത്തിക്കും. അത് എന്നിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ മാറ്റമോ. 1 വർഷം എണ്ണ തേക്കാതിരുന്നാൽ പിന്നെ എണ്ണ തേക്കേണ്ടി വരത്തില്ല. ബോഡിയിലൊക്കെ ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തീരെ ഇല്ലാത്തവരെയാണ് സ്കിന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ പറയട്ടെ നിങ്ങൾക്ക് കുഴപ്പമുള്ള. അല്ലെ പണ്ട് അമ്മ എങ്ങാണ്ട് തേച്ചു പിന്നെ അങ്ങ് തേച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ നിർത്തണം. അതുപോലെ ഓർണമെന്റ്സ് ഉപയോഗിക്കാതിരിക്കുക. ഓർണമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം കൂടെ കമ്മല്, മൂക്കുത്തി, വള, മാല, കാലയിലും മോതിരം, കയ്യിലും മോതിരം, ചരട്, കിടുങ്കാമണി, ഇങ്ങനെ കുറേ സാധനമൊക്കെ ഇട്ടിട്ട് ഇറങ്ങത്തില്ലേ? അതും അത് നിർത്തിയിട്ട് ഭയങ്കര കാം. എന്തൊരു ശാന്തമാണെന്നറിയാത്. ശരിക്കും ശാന്തമായൊരു അന്തരീക്ഷമാണ് കേട്ടോ. മറ്റേതെന്തോ ഒരുതരം എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞിട്ട് വല്ലാത്തൊരു അന്തരീക്ഷം, ഒരു കേവോസ് പോലെ തോന്നും നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ. ശരിക്കും ഈ അല്ലാത്തൊരു മനുഷ്യരെടുത്തിരിക്കുന്ന കണ്ടാലേ വളരെ നല്ല നൈസായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് അമേരിക്കൻസിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നാട്ടിൽ വരുന്നത്. അവരൊന്നും ഇത്ര ഓർണമെന്റ്സ് ഒന്നും വലിയ ചേട്ടുന്നില്ല. ഒരു ബനിയൻ, ഒരു നിക്കർ, അല്ലെ ഒരു പാൻറ്, എന്തും ഇട്ടാലും അത് ഭയങ്കര രസമായിരിക്കും. അവരുടെ ദേഹത്ത് ഒത്തിരി ദേഹത്ത് കമ്മലും മാലയും വളയും മറ്റേതും മറിച്ചതും ഇവിടെ പിന്നും ഒന്നുമില്ല. ഈ ഹെയർ പിൻ എന്നൊക്കെ പറഞ്ഞ സാധനം ഭയങ്കര സംഭവം കേട്ടോ. അയ്യോ, പിന്നെ ഈ കമ്മല് ഇമാതിരി കുറെ അളിഞ്ഞ കുറെ ഓർണമെന്റ്സ് ഉണ്ട് ഇവിടെ. കയ്യിലും കാലേലും കാതേലും മൂക്കേലും കഴുത്തേലും നെറ്റിക്ക് പൊട്ടും കുറിയും ചന്ദനവും. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആണെന്നറിയോ ഇത് കാണുന്നത് തന്നെ. വൃത്തികേടുന്ന് വെറുതെ കൂടെ എവിടെയോ കിടക്കുന്ന പൊടിയൊക്കെ വാരി ദേഹത്ത് തേച്ച് വെക്കുക. എന്നിട്ട് അത് വലിയ സംഭവമായിട്ട് ഇറങ്ങുക. നെറ്റിക്കൊക്കെ ഇങ്ങനെ തേച്ചിങ്ങനെ വെച്ചേക്കുക. എന്തിനാണോ ഈ പൊട്ടനി കരി വെള്ള ചുമപ്പ് വലിയ സംഭവമാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തും കൊള്ളാതെ ഒരു മനുഷ്യനും ചെയ്യാത്തൊരു പണി ഇങ്ങനത്തെ ഗോത്രവർഗ സംസ്കാരം നിലനിൽക്കുന്ന ഗോത്രീയനായ മനുഷ്യൻ ചെയ്യുന്ന ഒരു പരിപാടി. ഒട്ടും ഡെവലപ്ഡ്. എന്നാലും ഇവനൊക്കെ ബാക്കിയുള്ള സാധനം കൈ ഫോണൊക്കെ ഉണ്ടാവും, ഫോണിലൊക്കെ കുത്തിയായി ഇരിക്കുന്നത്. പക്ഷെ നെറ്റിക്ക് ഈ സാധനം കാണും. ഇത് തമ്മിലുള്ള ബന്ധം എന്താന്നുള്ള രസം. അതൊക്കെയാ കോമഡി. കാലം മാറിയത് അറിയാഞ്ഞതാണോ അതോ ഇനി തെറ്റിയിരിക്കുന്നതാണോ ഇവിടെ? എന്തോ കുഴപ്പമുള്ള ആൾക്കാർ, അത്രേ പറയാനുള്ളൂ. ഇതെല്ലാം കൈ വന്നിട്ടും ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതം നയിക്കുന്നതിനിടയിൽ ഈ പൊട്ടത്തിലെ പൊടിയൊക്കെ കൂടെ ചേർത്ത് ആലും തേക്കൂടെ, കയ്യിൽ ചരടൊക്കെ കെട്ടൂടെ. എന്തോ കുഴപ്പമുള്ള ആൾക്കാർ അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇച്ചിരി കുഴപ്പങ്ങളാണ്. അത് മാറ്റാൻ പറ്റാത്തൊരു കുഴപ്പമായിപ്പോയി. കൊച്ചിലെവിടെ ശീലിച്ചു പോയി, എന്തോ ആയിപ്പോയി എന്ന് പറയുന്നത് അതൊരു ശീലം. എന്ത് ചെയ്യുമല്ലേ? അല്ല, ഇതുങ്ങൾ പല്ല് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതല്ല. വല്ല കാൽഷ്യം ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ കാൽഷ്യം ഡെപ്പോസിറ്റ് വരും. അതുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ എന്ത് ചായ കുടിച്ചാലും എണ്ണ കുടിച്ചാലും കറ പെട്ടെന്ന് പിടിക്കും. സിഗരറ്റൊന്നും വലിക്കാറൊന്നുമില്ല, അങ്ങനത്തെ കറയൊന്നുമല്ല. എല്ലാവരും ഓർക്കും സിഗരറ്റ് വലിക്കുന്നതിനാണ്. ഇത് കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ. അല്ല, സിഗരറ്റൊന്നും വലിച്ച് എന്നെ ആരും അധികം കണ്ടിട്ടൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ വർഷത്തിലൊരിക്കലൊക്കെയാണ് സിഗരറ്റ് വലിക്കുന്നത്. അതൊക്കെ വേണ്ടിയ വെള്ളൂ. അതിനകത്തും ഒരു കാര്യം ഞാൻ പറയത്തില്ല, എന്തോ അടിച്ചാലും എന്തോ കയറ്റിയാലും അത് അധികം അങ്ങ് കയറ്റണ്ട. ഒരു പരിധിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇന്ന് പിടിച്ചു നിർത്താൻ പറ്റാത്തവരായി പെട്ടുപോകുന്ന മൊത്തം. എൻ്റെ പരിചയത്തിലൊരു എൻ്റെ കൂടെ അടിച്ചുകൊണ്ടിരുന്നവരും മരിച്ചുകൊണ്ടിരുന്നവരുമായിട്ടുള്ളവരിൽ ഒരു 3 പേർക്കൊക്കെ ആ പ്രശ്നം ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും ഇത് അടിക്കുന്നു കുടിക്കുന്നു ഒക്കെ ഉണ്ട് പലതും ഒക്കെ. അവരൊന്നും അങ്ങനെ മാരകമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു രസം, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതേസമയം മറ്റേ ആകോ ഇതില്ലെങ്കിൽ ഒരു സന്തോഷമില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും അടിക്കുക. എന്നാൽ ഇവർ ജീവിക്കുന്ന ഇത്രയും ആൾക്കാരുടെ ഇടയിലുമാണ്. എല്ലാവരും എല്ലാ ദിവസവും അടിക്കുന്നവരാണോ? അല്ലല്ലോ. എന്നിട്ട് ഇവന് മാത്രം എന്തായി കുഴപ്പമൊന്നെങ്കിലും ചിന്തിക്കരുതോ? അതിന് പോലും ബുദ്ധിയില്ലാതായി പോയി എന്ത് ചെയ്യാൻ പറ്റും? കളിയാക്കിയല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അടിയുണ്ടോ? അടി ഈ മറ്റേ വലിയുണ്ടോ? വെള്ളോടെ നല്ലപോലെ ഉണ്ടോ? ചുറ്റുപാടും നോക്കുക, ആരൊക്കെ ഇങ്ങനെ നടക്കുന്നത് നോക്കുക. വളരെ കുറച്ച് നേരം കാണത്തുള്ളൂ. വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. എന്നിട്ട് എന്തോ ഉണ്ടായത്?
ഒന്നും കിട്ടിയില്ല. വെറുതെ നാശമല്ലാതെ വലിയ ഗുണവും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഡെയിലി അടിച്ച് വരുത്തി ഇങ്ങനെ നടക്കാം. ഭയങ്കര വേസ്റ്റ് ഓഫ് ടൈം. എത്ര മനോഹരമായൊരു പ്രകൃതിയിലിരുന്നു കൊണ്ട് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറും, ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഫുഡും, ഈ പൊല്യൂട്ടഡ് വാട്ടറും, ഈ പൊല്യൂട്ടഡ് സൗണ്ടും, ഇത്രയും സൗണ്ട് പൊല്യൂഷനുള്ള വേറൊരു നാടുണ്ട്. പുറത്ത് റോഡിൽ ഇറങ്ങി ഹോണ്ടിച്ച് അങ്ങനെ ഒരു സാധനം. പിന്നെ അമ്പലം, പള്ളി, മോസ്ക് എന്നീ സ്ഥലങ്ങളിലൊന്നുള്ള മറ്റേ ഒച്ചത്ത് വിടുന്ന ആ സ്പീക്കർ. പിന്നെ ഏതൊരു കടയിൽ ചെന്നിരുന്ന ആരും എന്നുള്ളൊരു പാട്ട് വിട്ട് അത് ഉറക്കെ. എന്ത് പാടേത് ഇവിടെ? എന്തിനാ ഈ പാട്ടിടുന്നുള്ള? ചായക്കടയിലെല്ലാം ചെല്ലുമ്പോൾ അങ്ങ് ഭയങ്കര ഒച്ചത്തിൽ പാട്ട് കേൾക്കാം. എന്തിനാ ഇത് കേൾക്കുന്നതെന്ന് അറിയത്തില്ല. അല്ല അവിടെ നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കും. ഇവന്മാർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഇവരുടെ ഇത്ര അടുത്തിരുന്ന് സംസാരിച്ചാൽ ഒച്ചത്തിലൊക്കെ ഇവിടെ ഉള്ളവർ സംസാരിക്കുന്നത്. എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. ഈ ടേബിളിൽ സംസാരിക്കുന്നത് അങ്ങേപ്പുറത്തെ ടേബിളെ വരെ കേൾക്കരുത് ഒരിക്കലും. അതിനുള്ളൊരു മര്യാദ സ്കൂളിൽ പഠിപ്പിക്കേണ്ടി വരും. അതുമില്ല. എന്തോ അറിയാമെന്ന് ശരിക്കും. മലയാളി എങ്ങനെ ഈ പൊളിയായത്? ടേബിൾ മാനേഴ്സ് അതറിയത്തില്ല. ഒരു മാനേഴ്സും അറിയത്തില്ല. മാനേഴ്സ് എന്തോ ആരെങ്കിലും മാനേഴ്സിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടോ ഈ നാട്ടിൽ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി ഇപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അങ്ങ് മറ്റേ ഇതല്ല. നമ്മൾ ഈ ഭയങ്കര അച്ചടക്കത്തോട് കൂട്ടിയിരുത്തി അതുപോലെ തന്നെ നടത്തി, അതല്ല സംഭവം. നമ്മളൊരു മര്യാദയുണ്ട് എന്തിനും. അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒന്നും പറയണ്ട. ഇവിടെ കുറേ എണ്ണം ഭയങ്കര പണി നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ വൃത്തിയുണ്ടോ അതുമില്ല. ഈ പറഞ്ഞ ലിപ്സ്റ്റിക്ക് തേച്ച് വരുന്നതിനൊക്കെ നല്ല നാട്ടമുള്ളതുങ്ങളുണ്ട്. അതാ വേറെ കോമഡി. കുളിയൊന്നുമില്ല, ലിപ്സ്റ്റിക്ക് തേക്കുക. അതൊന്ന് നിരോധിക്കാൻ വല്ല വഴിയുണ്ടോ? ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ കുഴപ്പം മാത്രമല്ല, അത് ഇതിനും കൂടെ കുഴപ്പമുണ്ട്. എന്താ പറയുക, ഈ കുളി പലതും കുളിയും തന്നെ ഇല്ലാതെ ലിപ്സ്റ്റിക്കും തേച്ച് പൂട്ടിയിട്ടിങ്ങി ഇറങ്ങും. അതാണ് ഇവിടുത്തെ ആളുകളുടെ പരിപാടി. ആരാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങളാണ് കൂടുതൽ ചെയ്തത്. അവർക്ക് ലിപ്സ്റ്റിക്കും തേച്ച് പുട്ടിയിട്ട് കഴിഞ്ഞാൽ സൗന്ദര്യം ഓക്കെ ആയി. ആണുങ്ങൾ കാണാൻ ഇവളന്മാരെങ്ങനെയും കറങ്ങി കിട്ടിയാൽ അതിന് നാറ്റം ഉണ്ടോ മണം ഉണ്ടോ നോക്കത്തില്ല. കുളിക്കാൻ പറയണം കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കുളിയും തന്നെയൊന്നും അത്ര ശരിയാകുന്നില്ല. പിന്നെ ഈ എണ്ണയൊന്ന് തേക്കാതിരിക്കാൻ വല്ല വേണോ? ഒരു നാറ്റം എണ്ണയ്ക്ക്. തലയൊക്കെ വേർത്ത് കഴിയുമ്പോൾ അങ്ങ് നാറുവാ, വൃത്തികെട്ട നാറ്റവാ. അതൊന്ന് മാറ്റിക്കൂടെ? ഒന്ന് മാറ്റിക്കൂടെ? അല്ലെ പിന്നെ വല്ല ഡോക്ടർ. പക്ഷെ ഒരു ഡോക്ടറും എണ്ണയൊന്നും തേക്കാൻ പറയുമെന്ന് തോന്നുന്നില്ല. സ്കിൻ ഡോക്ടേഴ്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആയുർവേദ പരിപാടി എണ്ണ അഴുക്ക. എണ്ണ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. എണ്ണ തേച്ചിരിക്കുന്ന പലരുടെയും വിചാരം മാത്രമാണ് എണ്ണ നിർത്തിയാലും മുടിയൊന്നും പോകത്തൊന്നുമില്ല. അത് 1 വർഷം 2 വർഷമൊക്കെ അങ്ങ് നിർത്തുന്നു. പിന്നെ തുടങ്ങിക്കോ വേണമെങ്കിൽ. നിർത്തി കഴിഞ്ഞാൽ ഒന്നും സമയത്ത്. പക്ഷേ ആദ്യത്തെ ഒരു 3 മാസമൊക്കെ ചിലപ്പോൾ വല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നെ അതങ്ങ് മാറിക്കോളും. ബോഡി അങ്ങ് അഡാപ്റ്റേഷൻ സംഭവിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്താ ഇത്ര എണ്ണ? സ്വർണ്ണ അല്ല, എന്താ മൊണ്ണ. അതെ മൊണ്ണ. പൊളി. വാ പൊളി, മലയാളി പൊളിയാ. ഇതാ പൊളി. എവിടെയും പോയി വായും പൊളിച്ച് മലയാളി പൊളിയാ. പിന്നെ പഴവും പൊളിക്കുന്നുണ്ട്, ഭയങ്കര പൊളിയാ.